വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയുടെ തത്സമയം ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് മുന്നിൽ കേരള വിഷൻ എത്തിക്കുന്നത്. നെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ജന്മനാട്. യെസിൻ്റെ വീടായ പുന്നപ്ര വേലിക്കകത്ത വീട്ടിൽ പന്തലടക്കമുള്ള ക്രമീകരണങ്ങളൊക്കെ സജ്ജമായിരിക്കുകയാണ്. ഇന്ന് രാത്രിയോടെ VSന്റെ ഭൗതിക ശരീരം അവിടെ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ രാവിലെ വരെയാണ്. നാളെ രാവിലെ അവിടെ നിന്നാണ് പൊതുദർശനം ഉണ്ടാവുക. VS എത്തുമ്പോഴൊക്കെ പരാതികളും പരിഭവങ്ങളുമായി ജനം എത്തിയിരുന്ന വേലിക്കകത്ത് വീട്ടിൽ പരാതികളില്ലാതെ നിറകണ്ണുകളുമായി വലിയ ജനക്കൂട്ടം തമ്പടിച്ചിരിക്കുകയാണ്. അവിടേക്കുള്ള വിലാപയാത്രയാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ജനസാഗരമാണ് VSന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വാഹനത്തിന് ചുറ്റും കൂടിയിരിക്കുന്നത്. ഒരു നോക്ക് കാണാനായി, അഭിവാദ്യങ്ങൾ അർപ്പിക്കാനായി ജനസാഗരമാണ് തിങ്ങി നിൽക്കുന്നത്. ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവേ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് VSന്റെ പ്രിയപ്പെട്ടവർ അടിച്ചുകൂടിയിരിക്കുന്നത്. നിലവിൽ വിലാപയാത്ര 8 മണിക്കൂർ കൊണ്ടാണ് 4 കിലോമീറ്റർ താണ്ടിയത്. കൊല്ലത്ത് നിന്നും ഞങ്ങളെല്ലാം വിദ്യാർത്ഥി സംഘടനാ രംഗത്ത് നിൽക്കുന്ന അവസരത്തിൽ കൊല്ലത്ത് നിന്നും ഒരു പ്രേക്ഷകൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. യൂനൂസ് ആണ് ചേരുന്നത്. യൂനൂസ്, VS എന്ന 2 അക്ഷരം ഇനിയില്ല. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മളോടൊപ്പം ഇനി വരും തലമുറകളുടെയൊക്കെ ിലൂടെ ജീവിക്കും. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പങ്കുവെക്കാം. പ്രേക്ഷകൻ യൂനൂസ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ യൂനൂസ്, VSന്റെ ഓർമ്മകൾ ഈ അവസരത്തിൽ പ്രേക്ഷകരുമായി പങ്കുവെക്കാം. ഹലോ യൂനൂസ്, തുടരാം. ഹലോ കേട്ടോ യൂനൂസ്, VSന്റെ ഓർമ്മകൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാം. ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? യൂനൂസ്, VSന്റെ വിയോഗത്തിൽ താങ്കൾക്ക് എന്താണ് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്? ഹലോ VSന്റെ വിയോഗത്തിൽ പ്രേക്ഷകൻ യൂനൂസ് ചേരുന്നു. യൂനൂസ്, VSന്റെ വിയോഗത്തിൽ താങ്കളുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഓർമ്മകൾ എന്തൊക്കെയാണ്? പങ്കുവെക്കാം. എൻ്റെ കയ്യിലുള്ള പഴയ സിംഗിൾ മൊബൈലായിരിക്കുന്നത്. ഞാന് ഈ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ജനിച്ചതാ. അന്ന് അടിമകളെ പോലെ കിടന്ന ജനങ്ങളെ മോചിതരാക്കിയത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളാ. അന്ന് വഴി നടക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. തൊട്ടുതൊടിയിൽ വീണ്ടലുണ്ടായിരുന്നു. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണത്തില്ലായിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ നടന്നപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായതിനു ശേഷമാണ് മനുഷ്യന് സ്വാതന്ത്ര്യം കിട്ടിയത്.
ഇന്നിപ്പോഴെന്ന് പറയുന്നത് നായാടി മുതൽ നമ്പൂരി വരെ ഉപയോഗിക്കുന്ന ശ്വസന വായു ഒന്നാ, കുടിക്കുന്ന വെള്ളം ഒന്നാ, കഴിക്കുന്ന ഭക്ഷണം ഒന്നാ, അവയവങ്ങൾ ഒന്നാ, ഒരു വ്യത്യാസവും ഇല്ല. ഇന്ന് വടക്കേ ഇന്ത്യയിൽ കാണുന്ന മതസ്വാതന്ത്ര്യം ഇല്ല, മനുഷ്യന് വഴി നടക്കണ്ട, അതുകൊണ്ട് തന്നെ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന ഇത്തരം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിച്ച ഈ വലിയ സഖാവിന് ആദരാഞ്ജലി, ആയിരം ആദരാഞ്ജലി അർപ്പിക്കുന്നു. കേൾക്കാവോ? ഹലോ, കേൾക്കാം. കാലത്ത് മർദ്ദനമേറ്റ മനുഷ്യനാ. അതുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ നിലനിൽക്കേണ്ടത് വളരെ ആവശ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അത് എല്ലാവരെയും മനുഷ്യരായിട്ട് കാണുന്ന ഒരു നയമാണ് അവർക്കുള്ളത്. മറ്റുള്ളവർക്ക് ആർക്കും ആ ഒരു ചിന്താഗതിയില്ല. പണ്ട് തമ്പുരാക്കന്മാര് അടിമകളെ പോലെ ചവിട്ടി മതിച്ചിട്ടിരുന്ന ജനങ്ങളെ എല്ലാം കൈക്ക് പിടിച്ച് ഉയർത്തിയ മഹാനായ വ്യക്തിയാണ്. അദ്ദേഹത്തിന് എന്റെ അനുഗ്രഹ ആശ്വാസങ്ങളും അങ്ങനെ ജീവനോടെ കാണുന്നതിന് തുല്യമാണ് മരിച്ചാലും. തീർച്ചയായും യൂനൂസ്, മനസ്സിലായോ? താങ്കളുടെ വികാരം മനസ്സിലാക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം നഗരത്തിലൂടെയാണ് VSന്റെ വിലാപയാത്ര കടന്നുപോകുന്നത്. മലപ്പുറത്ത് നിന്നും മറ്റൊരു പ്രേക്ഷക ചേരുന്നു. പുഷ്പലതയാണ് ചേരുന്നത്. ശ്രീമതി പുഷ്പലത, VSന്റെ വിയോഗത്തിൽ എന്താണ് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്? VSന്റെ വിയോഗവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രേക്ഷക ചേരുന്നുണ്ട്. ചേരുന്നത് പുഷ്പലത, VSന്റെ ഓർമ്മകൾ പങ്കുവെക്കാം. എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, ലാൽ സലാം സഖാവേ, ഇതുപോലെ ഒരു സഖാവിനെ ഇനി നമുക്ക് ഈ ജന്മത്തിൽ കിട്ടുമെന്നുള്ളത് പറയാൻ അറിയില്ല. ഞാനൊരു അംഗൻവാടി പ്രവർത്തകയാണ്. ഞങ്ങൾ 162 വർക്കർമാരും ഹെൽപ്പർമാരും ഉണ്ട്. അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ സഖാവിന് വേണ്ടിയിട്ട് 1 കോടി പ്രണാമം അർപ്പിക്കുന്നു. ലാൽ സലാം സഖാവി, എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. ഇതുപോലെ ഒരു സഖാവിനെ നമുക്ക് കിട്ടുമോ എന്നുള്ളത് പറയാൻ പറ്റില്ല. ഒരുപാട് സങ്കടങ്ങളുണ്ട്. ലാൽ സലാം, അത്രേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. നന്ദി ശ്രീമതി പുഷ്പലത. VSനെ നയിച്ചുകൊണ്ടുള്ള വിലാപയാത്രയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ജനക്കൂട്ടമാണ്, ജനസാഗരമാണ് VSന്റെ ഔദ്യോഗിക വാഹനത്തിനു ചുറ്റും തടിച്ചുകൂടിയിരിക്കുന്നത്. ഈ മുദ്രാവാക്യം നോക്കുക, VSന്റെ തലമുറയിൽപ്പെട്ട ആരുമല്ല, VSന്റെ പകുതി പ്രായം പോലും ഉള്ളവരല്ല നിന്ന് വിളിക്കുന്നതല്ല, അതിലും താഴെയുള്ളവരാണ്. ഒരു 20കാരന് അവന്റെ ഉള്ളിൽ ചേർത്തവൻ കഴിയുന്നുണ്ടെങ്കിൽ മറ്റൊരു പ്രേക്ഷക കൂടി നമ്മളോടൊപ്പം ചേരുന്നു. കണ്ണൂരിൽ നിന്ന് സൗമിനിയാണ് ചേരുന്നത്. ശ്രീമതി സൗമിനി, VS എന്ന 2 അക്ഷരം ഇനിയില്ല. ആ സമരനായകൻ നമ്മളെ വിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. ഈ അവസരത്തിൽ എന്താണ് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്?
അതെ, തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും മുതിർന്ന പോരാളിയായിരുന്നു സഖാവ് VS അച്യുതാനന്ദൻ. VS കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തീരെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. സഖാവ് VS കാട്ടിക്കുന്ന പോക പിന്തുടർന്നു കൊണ്ടുപോകുക എന്നതാണ് ഏതൊരു കമ്മ്യൂണിസ്റ്റിന്റെയും ലക്ഷ്യം. ഹലോ, കേൾക്കുന്നുണ്ടോ? അപ്പം സഖാവ് VS കാട്ടിത്തന്ന പാത പിന്തുടർന്നു പോകുക എന്നതാണ് ഏതൊരു കമ്മ്യൂണിസ്റ്റിന്റെയും ലക്ഷ്യം. ആ ലക്ഷ്യം പിന്തുടർന്നു കൊണ്ടേയിരിക്കും. പക്ഷേ സഖാവ് VS മരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. സഖാവിന് എല്ലാവിധ അനുശോചനങ്ങളും രേഖപ്പെടുത്തുന്നു. മാത്രമല്ല, നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് 50% സംഭരണം വനിതകൾക്ക് കൊണ്ടുവന്നത് സഖാവ് VS ആണ് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം സ്ത്രീകൾക്കും കുട്ടികൾക്കും അതുപോലെ ആളുകൾക്കും എല്ലാ ആളുകൾക്കും വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവ് തന്നെയാണ് സഖാവ്. VSന് തീർച്ചയായും ഒരു പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ സഖാവിന് എല്ലാ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നന്ദി ശ്രീമതി സൗമിനി. നിലവിൽ മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. പന്തളത്ത് നിന്നും രാജനാണ്. ശ്രീ രാജൻ, VSന്റെ വിയോഗത്തിൽ വിലാപയാത്രയായി നിലവിൽ ജന്മനാടായ ആലപ്പുഴയിലേക്ക് നിലവിൽ വിലാപയാത്ര നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ യുഗപുരുഷന് വേണ്ടിയിട്ട് എന്താണ് പറയാനുള്ളത്? VSന്റെ വിയോഗത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എന്റെ അച്ഛന് ഈ കഞ്ചുകോട് ഞങ്ങൾ ആലപ്പുഴ ജില്ലയുടെ കിഴക്ക് ഭാഗത്താണ്. അപ്പൊ അന്ന് തട്ടത്തിൽ മുകളിൽ സമരം നടക്കുന്ന സമയത്ത് അദ്ദേഹം കട്ടൻ ചീനിയും കടമ്പറ്റിയും കുടിച്ചു അച്ഛനോടൊപ്പം. അന്ന് അച്ഛനൊപ്പം വരുമ്പോൾ എനിക്കന്ന് ഏകദേശം 15 വയസ്സൊക്കെയുണ്ട്. കണ്ണിലൂടെ ഇപ്പോഴും ഓടുന്നു ആ യുഗപുരുഷൻ. ഇനിയും അദ്ദേഹത്തെ പോലൊരു സഖാവ് ഇനി ഉണ്ടാകുമ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല, ഇനിയുണ്ടാകില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അങ്ങനെ സഖാവ് അതായിരിക്കുമാണ്. അദ്ദേഹം യുഗപുരുഷനായി എന്നും നമ്മുടെയൊക്കെ ഉള്ളിൽ ഈ ലാൽസലാം താങ്കളുടെ വികാരം മനസ്സിലാവും. ഇത് തന്നെയാണ് ഓരോ സാധാരണക്കാരൻ്റെയും അത്രമേൽ ആഴത്തിലായിരുന്നു ഓരോ സാധാരണക്കാരിലേക്കും VS ഇറങ്ങിച്ചെന്നത്. ഓരോ പ്രേക്ഷകനടക്കം നമ്മെ വിളിച്ച് ഇത്തരത്തിൽ അവരുടെ അനുഭവങ്ങൾ, അവരുടെ
അവരുടെ മാതാപിതാക്കളുടെ അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ VS എത്രത്തോളം സാധാരണക്കാരന് വേണ്ടി പൊരുതിയ പോരാടിയ രാഷ്ട്രീയക്കാരനായിരുന്നു എന്ന് തന്നെ ഈ അവസരത്തിൽ മനസ്സിലാവാൻ സാധിക്കും. ആലപ്പുഴയിൽ നിന്ന് അനൂപാണ്. ശ്രീ അനൂപ്, VSനെ സ്വീകരിക്കാൻ ആലപ്പുഴ ഒരുങ്ങിക്കഴിഞ്ഞു. നിലവിൽ VSനെ വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ആലപ്പുഴയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. VSനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്? ഹലോ, പറയുന്നത് കേൾക്കാമോ? പറയാം. ആലപ്പുഴ ഒരുങ്ങിക്കഴിഞ്ഞില്ലേ VSനെ സ്വീകരിക്കാൻ? VSന്റെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് അക്ഷരാർത്ഥത്തിൽ ആലപ്പുഴ ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. തന്നെയുമല്ല, പിന്നെ സഖാവിന്റെ വിയോഗത്തില് അതീവമായ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം സഖാവിനെ 2015 ആലപ്പുഴ CPMന്റെ ആലപ്പുഴ ജില്ലാ സമ്മേളന വേദിയിൽ വെച്ച് സഖാവിനെ സേവിക്കുവാനുള്ള ഒരു അവസരം ലഭിക്കുകയുണ്ടായി. ഈ അവസരത്തിൽ പറയാനുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു ദശകം ഇവിടെ ഇടചൊല്ലി മറയുന്നു ഒരു പൂമരക്കാറ്റ് പെയ്ത പോലെ. ഇതാണ് VSനെ കുറിച്ച് വിശേഷിപ്പിക്കാനുള്ളത്. VS തുല്യം VS മാത്രമാണ്. ഇനിയും മറ്റൊരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇനിയും ഉദയം ചെയ്യേണ്ടിയിരിക്കുന്നു. വ്യക്തമായോ? കേൾക്കാം. ഹലോ, തുടരാം. ഞാന് ആലപ്പുഴ ജില്ലയാണെങ്കിലും ആലപ്പുഴ ജില്ലയുടെ തെക്ക് കിഴക്കേറ്റമാണ്. അപ്പം ഈ ജില്ല തെക്ക് കിഴക്കേറ്റമാണെങ്കിലും നമ്മൾക്ക് VSുമായിട്ട് വളരെ വിലയേറിയ വിലപ്പെട്ട ഒരുപാട് ഓർമ്മകൾ തിങ്ങി നിറയുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പം 2015 സമ്മേളന കാലഘട്ടം മുതൽ നേരിട്ട് അടുത്തറിയാവുന്നതാണ് VSനെ. അപ്പം ആ ഒരു ഓർമ്മകളൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തികട്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. അസ്തമിച്ച വിപ്ലവ സൂര്യന് 1000 രക്തപുഷ്പങ്ങൾ അർപ്പിക്കുന്നു. നന്ദി ശ്രീ അനൂപ്. VSനെ സ്വീകരിക്കാൻ ആലപ്പുഴ ഒരുങ്ങിക്കഴിഞ്ഞുവെന്നാണ് അനൂപ് പറഞ്ഞത്. 8 പതിറ്റാണ്ട് നീണ്ട രാഷ്ട്രീയ ജീവിതത്തെ VS അച്യുതാനന്ദൻ തന്നെ വിലയിരുത്തുക സമരം തന്നെ ജീവിതം എന്നാകും. അത്തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയ്ക്ക് പോലും സമരം തന്നെ ജീവിതം എന്ന് പകർത്തി എഴുതിയതും. VSന്റെ ഓർമ്മകൾ പങ്കുവെക്കാൻ മറ്റൊരു പ്രേക്ഷകൻ കൂടെ ചേരുന്നു. ഇടുക്കിയിൽ നിന്ന് തങ്കപ്പനാണ് ചേരുന്നത്. ശ്രീ തങ്കപ്പൻ, സാധാരണക്കാർക്ക് വേണ്ടി പോരാടിയ, കർഷകർക്ക് വേണ്ടി പോരാടിയ ഇതിഹാസം ഇന്ന് നമ്മെ വിട്ട് പോയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വിലാപയാത്രയാണ് നിലവിൽ ആലപ്പുഴയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ
എന്താണ് പറയാനുള്ളത്? ഹലോ ഹലോ തങ്കപ്പൻ, എനിക്ക് പറയാനുള്ളത് വിയോഗത്തിൽ പറയാം. ഇന്ന് ഇവിടെ ഭരണനടത്തിലെ ഏറ്റവും വലിയ മകനായിരുന്നു VS അച്യുതാനന്ദൻ, ബഹുമാനപ്പെട്ട അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന തൊട്ട് അദ്ദേഹം ഇവിടെ ഭരിച്ചപ്പോൾ ഈ ഇടുക്കിയിലെ പല കയ്യേറ്റങ്ങളും താമസ സൗകര്യങ്ങളും ഇല്ലാത്ത ഒരുപാട് കുടിൽ വ്യവസായക്കാരുണ്ടായിരുന്നു. അവരെല്ലാം സമരത്തിൽ കൂടെ അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളും ശമ്പള വർധനയും എല്ലാം അദ്ദേഹം ഇവിടെ സമരം ചെയ്ത് വിജയിച്ചു കൊടുത്തു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തന്നെയാണ് അതെല്ലാം ചെയ്തത്. അതുപോലെ തന്നെ വാഗമനിലെ കയ്യേറ്റ ഭൂമികളെല്ലാം അദ്ദേഹത്തിന്റെ കെയറോഫിൽ തന്നെ ഒഴിവാക്കപ്പെട്ടു. കയ്യേറ്റ രേഖകൾ ഒത്തിരി ഉണ്ടായിരുന്നു, അതെല്ലാം അദ്ദേഹത്തിന്റെ കെയറോഫിൽ തന്നെ കൈവശ ഭൂമിയെല്ലാം ഉപേക്ഷിച്ചു, കൈവശ ഭൂമിയെല്ലാം തിരിച്ചു പിടിച്ചു. വൻ കെട്ടിടങ്ങളൊക്കെ സുമാറിലേക്കൊണ്ട് കയ്യേറ്റം ഉണ്ടായിരുന്നു, അതെല്ലാം അദ്ദേഹം തകർത്ത് കളഞ്ഞു. എല്ലാം നല്ല സന്തോഷമായ ജീവിതം നയിക്കുവാൻ അദ്ദേഹം ഈ അവസരത്തിൽ തന്ന എല്ലാ ഓർമ്മകളും അതുകൊണ്ട് ഞാൻ അനുഭവം രേഖപ്പെടുത്തിക്കൊള്ളുന്നു. തീർച്ചയായും ഇടുക്കിയിൽ നിന്ന് തങ്കപ്പനാണ് VSന്റെ ഓർമ്മകൾ പങ്കുവച്ചത്. നാളെ 9 മണി മുതലാണ് ആലപ്പുഴയിൽ പൊതുദർശനം തുടങ്ങുക. സംസ്കാരം വൈകിട്ട് 3 മണിക്ക് വലിയ ചുടുകാട്ടിൽ നടത്തും. ജന്മനാടായ ആലപ്പുഴയിലേക്ക് അന്ത്യയാത്ര നടത്തുകയാണ് VS. ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനസാഗരമാണ് വാഹനത്തെ അനുഗമിച്ചുകൊണ്ട് വരുന്നത്. സമരജീവിതത്തിന്റെ ഒരു നൂറ്റാണ്ടാണ് വിടവാങ്ങിയത്. തൻ്റെ കർമ്മമണ്ഡലത്തിന്റെ പ്രധാന ഘട്ടം ചെലവഴിച്ച തിരുവനന്തപുരത്ത് നിന്നാണ് ജന്മനാട്ടിലേക്ക് വിലാപയാത്ര നടത്തുന്നത്. അദ്ദേഹത്തെ കാണാനായി ഒരു നോക്ക്, അവസാന നോക്കൊന്ന് കാണാനായി ജനസാഗരമാണ് തിങ്ങി നിൽക്കുന്നത്. മുദ്രാവാക്യങ്ങളും പിറന്ന മണ്ണിൽ മനുഷ്യരായി ജീവിക്കാനുള്ള ജനതയുടെ പോരാട്ടങ്ങൾക്ക് കൂടും പാവും നെയ്ത പുന്നപ്രയുടെ മണ്ണിലാണ് VS അച്യുതാനന്ദൻ്റെ വേലിക്കകത്ത് വീട്. ഈ വീട്ടിലേക്കാണ് VS അവസാന യാത്രയായി എത്തുന്നത്. സർ CP-യുടെ കൂലിപ്പട്ടാളത്തിനെതിരായ പോരാട്ട ഭൂമിക്ക് വേലിക്കകത്ത് വീടും ഭാഗമായിരുന്നു. സമരഭടന്മാർക്ക് വാരിക്കുന്തങ്ങൾ തയ്യാറാക്കി നൽകാനും പരിശീലനത്തിനുമായി ക്യാമ്പുകളിൽ ഒന്ന് പ്രവർത്തിച്ചിരുന്നത് അവിടെയായിരുന്നു. ഉച്ചയോടെ തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച വിലാപയാത്ര രാത്രിയോടെ ആലപ്പുഴയിലെത്തും എന്നാണ് പ്രതീക്ഷ. വേലിക്കകത്ത വീട്ടിലേക്കാണ് നിലവിൽ മൃതദേഹം ആദ്യം എത്തിക്കുക. പിന്നീട് ബുധനാഴ്ച രാവിലെ 9 മണിവരെ ഇവിടെ തുടരും. തുടർന്ന് 10 മണിയോടെ CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലും പൊതുദർശനത്തിന് വെക്കും. ശേഷമാണ് വൈകിട്ട് ആലപ്പുഴ കടപ്പുറത്തെ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ പ്രത്യേകം ഒരുക്കിയ പന്തലിൽ
പൊതുജനങ്ങൾക്ക് പൊതുദർശനത്തിന് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പൊതുദർശനത്തിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വലിയ ചുടുകാടിൽ ഔദ്യോഗിക ചടങ്ങുകളോടെ സംസ്കരിക്കുക. പ്രതിപക്ഷ നേതാവായും മുഖ്യമന്ത്രിയായും വിഭിന്നമായ റോളുകളിൽ VS-ന്റെ ഓർമ്മകൾ പങ്കുവെക്കാൻ ആലപ്പുഴയിൽ നിന്ന് മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നു. അനിൽകുമാറാണ് ചേരുന്നത്. ശ്രീ അനിൽകുമാർ, VS-നെ സ്വീകരിക്കാൻ നാടൊരുങ്ങിക്കഴിഞ്ഞു, ജന്മനാടൊരുങ്ങിക്കഴിഞ്ഞു. അവിടെയുള്ള സ്ഥിതിഗതികൾ എപ്രകാരമാണ്? ഇന്ന് രാത്രിയോടെ വിലാപയാത്ര അവിടെ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷ. VS-ന്റെ ഓർമ്മകൾ ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? VS എന്നും ഞങ്ങൾക്കൊരു ആവേശമായിരുന്നു. പ്രായം തളർത്താത്ത ആ ആവേശം 4-ാം വയസ്സിൽ 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചോകാച്ചക്കൻ എന്ന് പറഞ്ഞ അതിൽ പ്രതിഷേധിച്ച് അരിഞ്ഞാണം പൊട്ടിച്ച് ആദ്യ പ്രതിഷേധം തീർത്ത സഖാവ് VS ഇന്നും ഞങ്ങളുടെ ഉള്ളിൽ ആവേശമായി നിൽക്കുന്നു. VS-നെ സംബന്ധിച്ചിടത്തോളം തെറ്റ് ശരി, അതിൽ തെറ്റ് ഏതാണെന്ന് കണക്കാക്കി അതിൽ തെറ്റിന്റെ പുറകെ കൃത്യമായും തെറ്റാണെന്ന് മനസ്സിലായാൽ ആ തെറ്റ് തിരുത്തുന്നവരെ, ആ തെറ്റുകാരൻ ശിക്ഷിക്കപ്പെടുന്നവരെ പുറകെ പോകുന്ന സഖാവ് VS എന്നും ശരിയുടെ വികാരമാണ്. അത് മണ്ണിനും മനുഷ്യനും വേണ്ടി പോരാടിയ സഖാവ് VS മനുഷ്യനുള്ളോടത്തോളം കാലം മനുഷ്യന്റെ ഉള്ളിൽ ജീവിച്ചിരിക്കും. സഖാവ് VS-ന് എൻ്റെ ഹൃദയ അഭിവാദനങ്ങൾ. എന്നും എന്നിൽ ജീവനുള്ളോടത്തോളം കാലം സഖാവ് എന്നിൽ ഉണ്ടാകും. സഖാവ് VS ഉയർത്തിയ മുദ്രാവാക്യം സഖാവിന്റെ ജീവിതം പിന്തുടർന്ന് അത് നടപ്പിലാക്കുവാൻ ഞാൻ ആത്മാർത്ഥമായി ശ്രമിക്കും എന്ന് എൻ്റെ പ്രിയ സഖാവിന് ഞാൻ ഉറപ്പു നൽകുന്നു. ലാൽ സലാം സഖാവ്. നന്ദി ശ്രീ അനിൽകുമാർ. ആലപ്പുഴയിൽ നിന്നാണ് അനിൽകുമാർ ചേർന്നത്. VS-ന്റെ ഓർമ്മകളാണ് ഓരോ പ്രേക്ഷകരും കേരള വിഷനിലൂടെ പങ്കുവയ്ക്കുന്നത്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് സമരനായകൻ എത്രത്തോളം സാധാരണക്കാരുടെ നെഞ്ചിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നതിൽ. കണ്ണേ കർളേ VS-എ ചങ്കിനുള്ളിലെ റോസാപ്പൂവേ എന്നാണ് അണികൾ മുദ്രാവാക്യം വിളിക്കുന്നത്. പ്രതിപക്ഷ നേതാവായും മുഖ്യമന്ത്രിയായും വിഭിന്നമായ റോളുകളിലാണ് VS പോരാടിയത്.
രണ്ട് റോളുകളിലും ഒരേ മൂർച്ചയായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. വലിയ ആവേശമായി നിലനിന്ന ഒരു വ്യക്തിത്വമാണ്. ഞങ്ങൾ വിദ്യാർത്ഥികളായിരുന്നപ്പോഴാണ് അദ്ദേഹം നടത്തിയ ഇടപെടലിലൂടെയാണ് കാസർഗോഡെ കശുവണ്ടിത്തോട്ടങ്ങളിൽ പെയ്ത വിഷമഴയുടെ രൂക്ഷത ലോകം ശ്രദ്ധിച്ചത്. 11 പഞ്ചായത്തുകളിലെ അനേകം മനുഷ്യരുടെ ജീവിതത്തെ എൻഡോസൾഫാൻ നരകതുല്യമാക്കിയ നാളുകളിലാണ് അദ്ദേഹം കാസർഗോഡ് എത്തുന്നത്. 1978 മുതൽ പെയ്ത വിഷമഴയേറ്റ് വാടിക്കരിഞ്ഞുപോയ വയർവീർത്തുമ്പിയ ജീവനുകളുടെ കണ്ണീരൊപ്പാൻ PS മുന്നണി പോരാളിയായി. പ്ലാന്റേഷൻ തോട്ടങ്ങളുടെ സമീപ ഗ്രാമങ്ങളിലെത്തി PS ദുരിത ജീവിതങ്ങളെ കണ്ടു മനസ്സിലാക്കി. പരിസ്ഥിതി പ്രവർത്തകരുമായും നാട്ടുകാരുമായും ആരോഗ്യ വിദഗ്ധരുമായും നിരന്തരം സംസാരിക്കുകയും ചെയ്തു. പോരാതെ നിയമസഭയിൽ ആദ്യമായി എൻഡോസൾഫാൻ വിഷയം ഉന്നയിച്ചതും PS തന്നെയായിരുന്നു. അന്ന് PS പ്രതിപക്ഷ നേതാവാണ്. 2006 LDF സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ഇരകൾക്ക് ധനസഹായമായി എത്തിക്കാൻ മുന്നിൽ നിന്നതും മുഖ്യമന്ത്രിയായ PS തന്നെയാണ്. അക്കാര്യത്തിനകത്ത് ഇടപെടുകയും ആ സമരത്തിന് വലിയ പിന്തുണ തരികയും ചെയ്യും. ഇങ്ങനെ പ്രായോഗികമായ കാര്യം ഭരണകർത്താവെന്ന നിലയിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പ്രവർത്തിക്കാൻ കിട്ടിയെന്നുള്ളത് വലിയൊരു അനുഭവമാണ്. വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ജോലി തന്നെയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി. മറ്റൊരു പ്രേക്ഷകൻ കേരള വിഷനൊപ്പം ചേരുന്നുണ്ട്. പെരുമ്പാവൂരിൽ നിന്ന് അൻവർ അലിയാണ്. ശ്രീ അൻവർ അലി, PS-ന്റെ ഭൗതിക ശരീരമായി വിലാപയാത്രയായാണ് നിലവിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ജന്മനാട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ സാധാരണക്കാരൻ്റെ ശബ്ദമായ PS-നെ കുറിച്ച് എന്താണ് താങ്കൾക്ക് കേരള വിഷനിലൂടെ പങ്കുവെക്കാനുള്ളത്? പ്രിയപ്പെട്ട PS ഒരു നൂറ്റാണ്ടിന് സാക്ഷിയായാണ് വിട പറയുന്നത്. പക്ഷെ ചില മാധ്യമങ്ങൾ ഇപ്പോൾ അവതരിപ്പിക്കുന്നത് PS-ന്റെ മരണത്തോടു കൂടി ഏറ്റവും അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ യാത്രയാകുന്നു എന്നുള്ള നിലയിലാണ്. ഞങ്ങളുടെയൊക്കെ അനുഭവത്തിൽ സഖാവ് EMS മരിക്കുമ്പോഴും, സഖാവ് AK നായനാർ മരിക്കുമ്പോഴും, സഖാവ് കോടിയേരി മരിക്കുമ്പോഴും ജീവിച്ചിരിക്കുന്ന കാലം അത്രയും EMS-നെയും കോടിയേരിയെയും എല്ലാം വേട്ടയാടിയ മാധ്യമങ്ങൾ ഇപ്പോൾ ഒരു മിനിറ്റ് ബ്രേക്കില്ലാതെ സഖാവ് VS-ന്റെ രാജകീയമായ വിടപറയൽ കാണിക്കുകയാണ്. ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും അവൻ ആ പ്രത്യയശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തനമാണ് ഈ രാജ്യത്ത് സംഘടിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട VS 4 വയസ്സിൽ അമ്മ മരിച്ചു പോകുന്നുണ്ട്. വസൂരി മൂലമാണ് മരണപ്പെട്ടു പോകുന്നത്. സ്വന്തം അമ്മയെ കാണാൻ വേണ്ടി ക്ഷണിക്കുന്ന VS-ന്റെ അച്ഛൻ ആ അമ്മയെ പാർപ്പിച്ച ഒരു ചെറിയ പാടത്ത്, വയലിൽ കെട്ടിക്കുട്ടിയ ഒരു പാടത്ത് കൊണ്ടുപോയി കാണിക്കുന്നുണ്ട്. അവിടെ നിന്ന് പ്രിയപ്പെട്ട സഖാവ് VS-ന്റെ അമ്മ VS-നെ കാണുന്നുണ്ടാകാം, അച്ഛനെ കാണുന്നുണ്ടാകാം. അവിടെ ആ അമ്മ മരണപ്പെടുന്നതോടെ ആ താൽക്കാലികമായ കെട്ടിടം ഉൾപ്പെടെ കത്തിച്ചു കളയുന്ന അനുഭവം പ്രിയപ്പെട്ട VS 4 വയസ്സിൽ നേരിട്ട് കണ്ടതാണ്. 11 വയസ്സിൽ അച്ഛനും മരിക്കുന്നുണ്ട്. 7ാം ക്ലാസ്സിൽ പഠനം നിർത്തി തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി സഖാവ് P കൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ സഖാവ് VS കേരളത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. സർ CP-യുടെ ചോറ്റുപട്ടാളം തോക്കിന്റെ ബയണറ്റ് കൊണ്ട് തലയിണ കുത്തിക്കീറുന്നത് പോലെ കുത്തിക്കീറി കുട്ടനാടൻ കായലോരത്തെ ചെളിപ്പരപ്പിലേക്ക് വലിച്ചെറിഞ്ഞിട്ടും സ്വന്തം ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന ഫീനിസ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റുകൊണ്ട് ഇന്ത്യയിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് നിഷേധ്യമായ നേതൃത്വം നൽകിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട VS മരിക്കുകയല്ല, ഒരു തലമുറയുടെ മനസ്സിൽ അദ്ദേഹം ജനിക്കുകയാണ്. അദ്ദേഹം ഉയർത്തിപ്പിടിച്ച പോരാട്ട വീര്യം, അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ധർമ്മം, അദ്ദേഹം ഉയർത്തിപ്പിടിച്ച നന്മ, നേര് ഓരോ കമ്മ്യൂണിസ്റ്റുകാരന്റെയും ഇടതുപക്ഷ അനുഭാവിയുടെയും നെഞ്ചിൽ നിറയ്ക്കുന്ന വീരോചിതമായ യാത്രയപ്പാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട VS-ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും അഭിമാനത്തോടെ പറയാം, VS ജീവിച്ചിരുന്ന കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരായി
ഈ മണ്ണിൽ ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾ ഓരോ ഇടതുപക്ഷ പ്രവർത്തകന്റെയും മനസ്സിലെ ആവേശമാണ്. ഒരു നാളിലും കെട്ടുപോകാത്ത തീയാണ് സഖാവ് VS ഉയർത്തിയ ഉജ്ജ്വലമായ മുദ്രാവാക്യം ഈ മണ്ണിൽ ശാശ്വതമാക്കാൻ ഞങ്ങളുടെ എല്ലാം മരണം വരെ ഞങ്ങൾ പ്രവർത്തിക്കും. ഞങ്ങൾ ഞങ്ങളുടെ പുതിയ തലമുറയ്ക്ക് അത് പകർന്നു നൽകുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട VS-ന് അന്ത്യാഭിവാദ്യങ്ങൾ. അൻവർ അലി അത് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. ഞങ്ങളുടെ ഇനിയുള്ള തലമുറയ്ക്കും VS എന്തായിരുന്നു, VS എന്തൊക്കെയായിരുന്നു, ജനങ്ങൾക്ക് മുന്നിൽ VS സമർപ്പിച്ചത്, സംഭാവന ചെയ്തത് എന്തൊക്കെയായിരുന്നു എന്ന് വരും ജനതയ്ക്ക് ഞങ്ങൾ ഉറക്കെ വിളിച്ചു പറയും എന്നുള്ളതാണ് അൻവർ അലി പറയുന്നത്. അത്തരത്തിൽ ജനഹൃദയങ്ങൾ ഒന്നാകെ ഏറ്റെടുത്തു കഴിഞ്ഞു. സമരനായകന് വിട എന്ന് എഴുതിയ ആ വാഹനം ഈ വീതിയിലൂടെ കടന്നു വരുമ്പോൾ അതിൻ്റെ പാതയുടെ ഇരുവശവും ജനങ്ങളാൽ അത് സമ്പന്നമായിരിക്കുകയാണ്. ആ വഴികളിലൊക്കെയും സഖാക്കൾ, ജനങ്ങൾ, VS-നെ നെഞ്ചിലേറ്റിയ ജനങ്ങൾ അങ്ങനെ ഈ വാഹനത്തിന് പിന്നാലെ തന്നെ വരുന്നു. പലപ്പോഴും നമുക്കതിൽ കാണാൻ സാധിക്കുന്നത് ഈ VS അച്യുതാനന്ദൻ എന്ന സമര നായകന്റെ പ്രായം 101 കടന്നിരിക്കുമ്പോൾ അത്ര പോലും അദ്ദേഹത്തിന്റെ പ്രായത്തിന്റെ പകുതി പോലും ഇല്ലാത്ത ആളുകൾ അദ്ദേഹത്തിന് മുദ്രാവാക്യം വിളിച്ച് അദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്നു. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ പങ്കുചേരുന്ന, ദുഃഖത്തിൽ പങ്കുചേർന്ന് ആ വാഹനത്തെ അനുഗമിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം ദർബാർ ഹാളിൽ നിന്ന് തുടങ്ങിയ അദ്ദേഹത്തിന്റെ അനന്തപുരിയിലെ ആ യാത്ര ഇപ്പോൾ അതിൻ്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. ആലപ്പുഴയിലെ വസതി ലക്ഷ്യമിട്ടുകൊണ്ട് ആ വാഹനം മെല്ലെ VS എന്ന സമര നേതാവ് പിന്നിട്ട വഴികളിലൂടെ എല്ലാം തന്നെ തിരികെ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് ജനഹൃദയങ്ങളിൽ കയറിയ, അവിടെ ജനഹൃദയത്തിൽ ഒരു ഉറച്ച സ്ഥാനമുള്ള സഖാവ് VS അച്യുതാനന്ദൻ അവരുടെ മനസ്സിൽ അതേ ഇടത്തിൽ തന്നെ ഉറച്ച ഉജ്ജ്വലനായി ആ മനുഷ്യൻ, പലപ്പോഴും നമ്മളെ വിളിച്ച പ്രേക്ഷകരടക്കം പറഞ്ഞത് മനുഷ്യനു വേണ്ടി, കമ്മ്യൂണിസ്റ്റായ മനുഷ്യനു വേണ്ടി, സഖാവായ മനുഷ്യനു വേണ്ടി സമരമുഖത്തേക്ക് ഇറങ്ങിയ ഒരു നേതാവാണ് സഖാവ് VS അച്യുതാനന്ദൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വിയോഗം എത്രത്തോളം ആളുകളെ ഉലച്ചു എന്നുള്ളത് നമുക്ക് അറിയാം. ഇപ്പോൾ ഒരു പ്രേക്ഷക സൗമിനി ആലപ്പുഴയിൽ നിന്നും നമ്മളോട് ചേരുന്നു. ശ്രീമതി സൗമിനി, എങ്ങനെയാണ് VS അച്യുതാനന്ദൻ എന്ന ആ സമര നേതാവിനെ താങ്കൾ കോർത്തെടുക്കാൻ കഴിയുക? എനിക്ക് എൻ്റെ ഹൃദയത്തില്, എൻ്റെ 14 വയസ്സില് ഞാൻ എൻ്റെ അച്ചുമാമൻ ഞാൻ വിളിക്കുന്നത്. അതിന് കുഴപ്പമുണ്ടോ? ഞാൻ എൻ്റെ അച്ചുമാമൻ എന്ന് വിളിക്കുന്ന ആ സഖാവിനെ 1000 ലാപ്സലാം പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നു, ഞങ്ങളുടെ പാവങ്ങളുടെ ഒരു നേതാവാണ് ഞങ്ങൾക്ക് നഷ്ടമായത്. ഞങ്ങൾക്കത് സഹിക്കാൻ വയ്യ. ഞങ്ങളുടെ കർഷക തൊഴിലാളികളുടെ ഒരു വൻ ശക്തിയായിരുന്നു ഞങ്ങളുടെ സഖാവ്. ആ സഖാവിനെ ഓർത്തു ഞങ്ങൾക്ക് എപ്പോഴും വിഷമമുണ്ട്, ദുഃഖമുണ്ട്, സങ്കടമുണ്ട്. ഈ ഹൃദയത്തിൽ നിന്ന് അത് മാഞ്ഞു പോവുകയല്ല. വരുന്ന തലമുറ എൻ്റെ മക്കളോടും പറയും, നമ്മുടെ VS-നെ പോലൊരു മന്ത്രി, ഒരു സഖാവ് നമുക്ക് ഇനി ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ലാൽ സലാം. തീർച്ചയായും അത്തരത്തിൽ ജനഹൃദയങ്ങളിൽ നിന്നും ഒരിക്കലും മായാത്ത VS-ന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് തിരിച്ചെത്താം. ഈ മണിക്കൂറിൽ